بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രം സൃഷ്ടിപ്പിന്റെ ആരംഭം മുതലാണ് നമ്മൾ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അർശിനെ സൃഷ്ടിക്കുകയും തുടർന്നങ്ങോട്ട് സൃഷ്ടിപ്പിന്റെ ചരിത്രം പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാം, ശേഷം നൂഹ് നബി അലൈഹിസ്സലാം, തുടർന്ന് ഹൂദ് നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം എന്നിവരുടെ ചരിത്രം സൂചിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ശേഷമുള്ളത്. ഹൂദ് നബി അലൈഹിസ്സലാമിന് ശേഷം, സാലിഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശേഷം ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തുന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിനെ. ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്റെ മകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം, അഥവാ ലൂത്ത് ബിൻ ഹാറാൻ ഇബ്ൻ താരിഖ്. ഹാറാൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ. ആ ഹാറാന്റെ മകനാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഹാറാൻ മരണപ്പെട്ടു. യതീമായിട്ടാണ് വളർന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കീഴിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരാദർശവാദിയായ മുസ്ലിമായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിൽ നിന്നും മിസ്റിലേക്ക് ഹിജ്റ പോയപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കൂടെ കൂട്ടുന്നുണ്ട്. ഭാര്യ സാറനെയും അതുപോലെ തന്നെ വളർത്തു മകൻ, തന്റെ സഹോദരന്റെ മകൻ ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൂട്ടുന്നുണ്ട്. പിന്നെ തിരിച്ച് ഷാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. മിസ്റിൽ നിന്നും ഷാമിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴൊക്കെ ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ട്. ഖുർആനിൽ 27 പ്രാവശ്യം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പേര് അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ അഅറാഫ്, സൂറത്തുൽ ഹൂദ്, സൂറത്തുൽ ഹിജ്ർ, സൂറത്തുൽ ഖമർ, സൂറത്തുൽ ശുഅറ എന്നീ സൂറത്തുകളിലായിട്ട് വളരെ വിശദമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും സമുദായത്തിന്റെയും ചരിത്രം പറയുന്നുണ്ട്. മിസ്റിൽ നിന്നും തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഷാമിലേക്ക് വന്നു. ഷാമില് സദൂം എന്ന സ്ഥലത്ത്, അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. നമുക്കറിയാം, ഓരോ പ്രവാചകന്മാരും ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ സമൂഹത്തിലുള്ള ഉയർന്ന തറവാട്ടിലായിരിക്കും ആ പ്രവാചകൻ ജനിക്കുന്നത്. പക്ഷെ ലൂത്ത് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൽപ്പെട്ട ആളല്ല. സദൂം ഗോത്രത്തിൽ പോയിട്ട് അവിടെ വിവാഹം കഴിച്ച് അവിടെ താമസമാക്കിയ ആളാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ലൂത്ത് നബി അലൈഹിസ്സലാം ഏത് മാർഗം ദഅവത്തിന്റെ മാർഗത്തിൽ സ്വീകരിച്ചിട്ടും ആ നാട്ടുകാർ അംഗീകരിച്ചിട്ടില്ല. കാരണം ലൂത്ത് നബി അലൈഹിസ്സലാം ആ നാട്ടിലുള്ള ഒരു പ്രമുഖ തറവാട്ടുകാരനായിരുന്നില്ല എന്നൊരു കാരണം. ലൂത്ത് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ച നാടാണ് സദൂം. ആ സദൂം നാട്ടിലേക്കാണ് ലൂത്ത് നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്.
5 പ്രദേശങ്ങൾ, 4 പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് സദൂം എന്നുള്ളത്. സദൂം, അമൂറ, ഉദൂമ, സബീം. ഈ 4 സ്ഥലങ്ങൾ ഇന്ന് അത് നിലകൊള്ളുന്നത് ജോർഡാനും സിറിയ, ഫലസ്തീൻ, ഈ 3 രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന സ്ഥലമുണ്ട്. അതാണ് അന്നത്തെ സദൂം. ഖുർആനിൽ ആ സദൂം ഗോത്രക്കാര്, ആ നാട്ടുകാര് ചെയ്ത 3 പ്രധാനപ്പെട്ട തിന്മകളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഖുർആൻ ഒതുക്കിയത്. മറ്റുള്ള പ്രവാചകന്മാരെ പോലെ വിശദമായിട്ട് എല്ലാ ഭാഗങ്ങളും ഖുർആൻ ചർച്ച ചെയ്തിട്ടില്ല. നമ്മുടെ ചരിത്രം പറയുമ്പോൾ ഖുർആനും സഹീഹായ ഹദീസും മാത്രമാണ് മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സമുദായത്തിന്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം പ്രതിപാദിക്കുന്നത് ചില വിഷയങ്ങളിൽ മാത്രം. 3 പ്രധാനപ്പെട്ട തിന്മകളാണ് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അൻകബൂത്തില് ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അഇന്നകും ലതഅതൂന റിജാല. ഒന്നാമത്തെ തെറ്റ്, അവര് പെണ്ണുങ്ങളെ, സ്ത്രീകളെ ഒഴിവാക്കി അവരുടെ വികാര പൂർത്തീകരണത്തിന് ആണുങ്ങളെ സമീപിക്കുമായിരുന്നു. പെണ്ണുങ്ങളിൽ യാതൊരു താല്പര്യവും അവർക്കുണ്ടായിരുന്നില്ല. ആ സദൂം നാട്ടിലെ ആണുങ്ങൾ ആണുങ്ങളെയും സ്ത്രീകളെയുമായിരുന്നു സമീപിച്ചിരുന്നത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, സബീല. ആ നാട്ടിലൂടെ ഏത് യാത്രക്കാർ പോകുമ്പോഴും അവരെ കൊള്ളയടിക്കും. എന്നിട്ട് അതിൽ ആണുങ്ങൾ പിടിച്ചു കൊണ്ടുപോകും, സ്ത്രീകളും കൊണ്ടുപോകും. രണ്ടാമത്തത് കൊള്ളയടിക്കുക. മൂന്നാമത്തത്, നാദി എന്ന് പറയുന്നത് പകലിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലം, ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സംസാരിച്ചിരിക്കുന്ന സ്ഥലമാണ് നാദി. മക്കാര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ കാബക്കടുത്ത്, അതേപോലെ ആ നാട്ടുകാർ ഒന്നിച്ചിരിക്കുന്ന സ്ഥലമാണ് നാദി. അവിടെ അവരെന്ത് ചെയ്യും? ഇത് പരസ്യമായി ചെയ്യുകയും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഏത് രീതിയിലും പൂർണ്ണമായും ഫസാദ് ഉണ്ടാക്കി, ആ നാട്ടിൽ ഫസാദും ഫിത്ന ഉണ്ടാക്കിയിട്ട് താമസിച്ചൊരു വിഭാഗം ആൾക്കാരാണ് സദൂം നാട്ടിലെ ആൾക്കാർ. അവരിൽ യാതൊരു നന്മയും കണ്ടിരുന്നില്ല. ആ രീതിയിൽ അത്രയും അധപ്പതിച്ചു പോയൊരു സമൂഹം. കാരണം അവർക്ക് ഭാര്യമാരുണ്ട്, പെൺമക്കളുണ്ട്. പക്ഷെ എന്നാലും അവർ ഭാര്യമാർ ഉപയോഗിക്കില്ല. ആണുങ്ങൾ പരസ്പരം പരസ്യമായി വികാരം പൂർത്തീകരിക്കുന്ന ഒരു വിഭാഗം, പരസ്യമായി ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്. അതേപോലെ തന്നെ ആരെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, മീശ മുളക്കാത്ത അമ്രത് എന്നാണ് അറബി പറയാം, അമ്രത്, സുന്ദരന്മാരായ ആൺകുട്ടികൾ, ആ വഴിയിലേക്ക് പോകുമ്പോഴേക്കും അവർ കടന്ന് പിടിച്ച് ആക്രമിച്ച് കൊണ്ടുവന്ന് അവരെ ഉപദ്രവിക്കുകയും ആ രീതിയിൽ വികാര പൂർത്തീകരണം നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം. ലൂത്ത് നബി അലൈഹിസ്സലാം ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവർ ബോധിപ്പിച്ചെന്താണ്? ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അത്തഅ്തൂനൽ ഫാഹിഷ. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യം. അത്തഅ്തൂനൽ ഫാഹിഷ, നിങ്ങൾ ആ മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യം ചെയ്യുകയാണോ? മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. മാലോകരിൽ ഇന്ന് വരെ ഒരാളും ചെയ്യാത്തൊരു തിന്മയാണ് നിങ്ങൾ പുതുതായിട്ട് കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഇന്നേ വരെ ആണുങ്ങളെ സമീപിച്ചിരുന്നില്ല, പെണ്ണിനെയും സമീപിച്ചിരുന്നില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് ആ ഒരു ഇത് കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിലും ഇന്ന് അത് അധികരിച്ചു വരുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സുവർഗരതി. ഇസ്ലാം അത്രയും കണിശമായ രീതിയിൽ അതിനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ദുബറിലൂടെ ബന്ധപ്പെടുന്നത് ഹറാമാണ്. അതിനെ ഹറാമാക്കുന്നത് കാരണമായി പറയുന്നത് അത് ലിവാത്തുമായി സദൃശ്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് സുവർഗരതിയുമായിട്ട് അതിന് സദൃശ്യമുണ്ട് എന്നതിനാണ് അത് ഹറാമാക്കപ്പെട്ടത്. അതിലേക്ക് എത്തുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ സാധാരണ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ അശ്ലീലതകൾ കാണുന്നു, വൃത്തികെട്ട വീഡിയോകൾ, ഫോട്ടോകൾ അത് കാണുന്നു.
അതിൽ താല്പര്യം കാണിക്കും. അത് കണ്ട് കണ്ട് അവൻ പിന്നെ പുതുമ തേടി പോവാണ്. നമ്മൾ കണ്ണിന്റെ കാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ പുതുമ നഷ്ടപ്പെടും. പിന്നെ അവൻ അതിൽ ഭംഗിയാതെ അതിന് ആസ്വാദനം കിട്ടൂല ആ കാഴ്ചയിൽ. അങ്ങനെ അത് കണ്ട് കണ്ട് ആ ആസ്വാദനം അടുക്കുമ്പോൾ അവൻ പുതുമ തേടി പോവാണ്. ഏതിലേക്ക്? അവനെപ്പോലെ മറ്റുള്ള ആൾക്കാരിലെ കാണുന്നതിലേക്ക്. അത് വലിയ നീചവൃത്തിയാണ്. വളരെ മോശമായിട്ടാണ് ഖുർആനും ഹദീസും അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ രീതിയിലാണ് ആ സമൂഹത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ കാണണം. നമ്മൾ സമൂഹത്തിൽ ഉത്ബോധിപ്പിക്കണം. ചില ആൾക്കാർ മനസ്സിലാക്കിയത് അത് തെറ്റല്ല, അത് ഇസ്ലാമികപരമായിട്ട് ഹറാമാക്കപ്പെട്ടതല്ല എന്ന് പോലും മനസ്സിലാക്കിയ ആൾക്കാർ സമൂഹത്തിലുണ്ട്. ആ ഒരു ഗൗരവം നമ്മൾ അറിയിക്കണം. നാട്ടുകാർ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. വളരെ മോശമായി നീചമായിട്ടാണ് ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തിയത്. അതഅ്തൂനൽ ഫാഹിഷ. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് മുമ്പിൽ പറയാനോ മറ്റൊരാൾക്ക് മുമ്പിൽ കാണാനോ കഴിയാത്ത അത്രയും മോശമായ കാര്യം. ലൂത്ത് നബി അലൈഹിസ്സലാം ഇതിനൊക്കെ എതിർത്തു. അവർ പലപ്പോഴും പല രീതിയിലായിട്ട് എതിർത്തു. ആ നാട്ടിലെ ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവർ കാണുന്നതിന് മുമ്പ് തന്നെ ആ യാത്രാ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാം സംരക്ഷിക്കും. എന്നിട്ട് അവര് കാണാതെ ആ നാട്ടിൽ കടത്തിവിടും. അല്ലെങ്കിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ഒളിപ്പിച്ചു നിർത്തും. എന്നിട്ട് അവര് കാണാതെ ആ നാട് കടത്തിവിടും. ആ രീതിയിൽ അത്രയും അതപ്പതിച്ചൊരു സമൂഹമായിരുന്നു സദൂം നാട്ടിലെ ആൾക്കാർ. ലൂത്ത് നബി അലൈഹിസ്സലാം എല്ലാ രീതിയിലും അവരെ ഉപദേശിച്ചു. പക്ഷെ അവർ നന്നാകാൻ തയ്യാറായില്ല. മറിച്ച് അവരുടെ മറുപടി എന്തായിരുന്നു അറിയോ? അഖ്രിജൂഹും മിൻ ഖർയതികും. ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ നാട്ടിലെ നേതാക്കന്മാർ പറയാൻ അഖ്രിജൂഹും മിൻ ഖർയതികും. ലൂത്തിനെയും ലൂത്തിന്റെ കൂടെയുള്ള ആൾക്കാരെയും നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അവർ വലിയ ശുദ്ധിയുള്ള ആൾക്കാരാണ്. അഥവാ അവിടെ തിന്മ ചെയ്യാതെ ശുദ്ധിയിൽ ജീവിക്കുന്നത്. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംവിധാനിച്ചത്, ആ സംവിധാനത്തിൽ കേടുവരാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ, ശുദ്ധിയുള്ള ആൾക്കാർ, ലൈംഗികതയെ ശുദ്ധപ്പെടുത്തുന്ന ആൾക്കാർ, അവർ മോശമാക്കപ്പെട്ടിരുന്ന നാടാണ് ഇരുന്നത്. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. അവർ വലിയ ശുദ്ധിയുള്ള ആൾക്കാർ, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. ഖാലു അവലം നൻഹക അനിൽ ആലമീൻ. ലൂത്ത് നബി അലൈഹിസ്സലാം ആ നാട്ടിലെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? സംരക്ഷിക്കും. അവർക്ക് വിട്ടുകൊടുക്കൂല. അപ്പൊ അവർ ആ ദേശം അവർ തീർക്കാൻ അവലം നൻഹക അനിൽ ആലമീൻ. ഈ നാട്ടുകാരെ മൊത്തം നീ നന്നാക്കാൻ കഴിയണ്ടല്ലോ, നീ നിന്റെ കുടുംബം നോക്കിയാൽ മതി. ആ രീതിയിൽ ലൂത്ത് നബി അലൈഹിസ്സലാം പരിഹസിക്കും. അവസാനം ഖാലു ലഇൻ ലം തൻതഹി യാ ലൂത്ത് ലതകൂനന്ന മിനൽ മുഖ്റജീൻ. നീ ഈ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, നീ നന്മയിലേക്കുള്ള നിന്റെ ഉപദേശം അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നും നിങ്ങൾ നമ്മളെ പുറത്താക്കും. ഈ നാട്ടിൽ നിന്നെ വെച്ച് നിർത്തിക്കൂല. കാരണം ലൂത്ത് നബി അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ ആ നാട്ടുകാരനല്ല, വിവാഹം കഴിച്ച് അവിടെ എത്തിയതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന് 2 മക്കളാണ്, 2 പെൺമക്കളാണ്, ആൺമക്കളില്ല. ഭാര്യ, ഈ 2 പെൺമക്കളുടെ ഉമ്മ ആദ്യം മരണപ്പെട്ടു. അതിനുശേഷം ആ സദൂം നാട്ടിൽപ്പെട്ടൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പക്ഷെ ആ സ്ത്രീ കാഫിറത്തായിരുന്നു. എല്ലാ രീതിയിലും ലൂത്ത് നബി അലൈഹിസ്സലാമിന് എതിരെ നിന്ന ആളായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറായ 2 സ്ത്രീകൾക്ക് ഉദാഹരണം പറഞ്ഞതിൽ ഒന്ന് ഇംറഅത്തു ലൂത്തും ഇംറഅത്തു നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യയാണ്. ഫഖാനത, അവർ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. ആ വഞ്ചന എന്തല്ല? ലൈംഗികപരമായ വഞ്ചനയില്ല. കാരണം ഒരിക്കലും ഒരു പ്രവാചകന്റെ ഭാര്യ ആ രീതിയിൽ എന്തെയില്ല, വഞ്ചിക്കപ്പെടുകയില്ല. അത് കുഫ്റാണ്, അഥവാ ദീനീപരമായിട്ടുള്ള വഞ്ചനയാണ്. അല്ലാണ്ട് എന്തില്ല, ശാരീരികമായ വഞ്ചന അല്ല ആ പറഞ്ഞത്. കാരണം അത് ഒരിക്കലും എന്തില്ല, ഒരു പ്രവാചകന് ചേർന്നതല്ല. ലൂത്ത് നബി അലൈഹിസ്സലാം അവർ നന്മയിലേക്ക് ക്ഷണിച്ചു. അവർ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യത്തെ പല രീതിയിലും എതിർത്തു. പക്ഷെ അവർ ചെവികൊണ്ടില്ല. മറിച്ച് അവർ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിക്കുക ചെയ്തത്. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നീ അള്ളാഹുവിന്റെ ശിക്ഷ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചതാണ്.
നമ്മൾ ഈ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞതൊക്കെ എന്താണ്? ഈ രീതിയിലാണ്. പ്രവാചകന്മാർ അവർ അള്ളാഹുവിന് താക്കീത് നൽകും, മുന്നറിയിപ്പ് നൽകും, വലിയ ശിക്ഷ വരാനുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകും. അപ്പോഴൊക്കെ ആ സമൂഹം പ്രവാചകന്മാരെ കളിയാക്കിയിട്ട് നീ പറയുന്നത് സത്യമാണെങ്കിൽ ആ ശിക്ഷ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവന്ന് കാണിച്ചത്. അത് സത്യനിഷേധികളുടെ ഒരു രീതിയാണ്. അത് ഏത് കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്ത് കാണിക്കുക. ആ രീതിയിലുള്ള പരിഹാസ രൂപേണയുള്ള വെല്ലുവിളികൾ അത് അവരും നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചു. ആ മലക്കുകൾ ആദ്യം വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു. മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിച്ചു. രണ്ടാമത്തെ മകൻ, ആദ്യത്തെ മകൻ ഇസ്മായിൽ, രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് ജനിക്കുന്നുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും നമ്മൾ ആ സദൂം നാടിനെ നശിപ്പിക്കാൻ അയക്കപ്പെട്ട മലക്കുകളാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഖുർആൻ അല്ലാഹു പറയാം, വലമ്മാ ജാഅത് റസൂലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റ, നമ്മുടെ മുർസലീങ്ങൾ നാം അയച്ച മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ മുഹ്ലികു അഹ്ലി ഹാദിഹിൽ ഖർയ, നമ്മൾ ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇന്ന അഹ്ലഹാ കാനൂ ളാലിമീൻ, ആ നാട്ടുകാര് ളാലിമീങ്ങളായിരിക്കുന്നു, അക്രമികളായിരിക്കുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞു, ഖാല ഇന്ന ഫീഹാ ലൂത്ത, സദൂം എന്ന നാട്ടുകാരപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓർമ്മ വന്നത് തന്റെ സഹോദരൻ ഹാറാന്റെ മകൻ ലൂത്തിനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ഫീഹാ ലൂത്ത, സദൂം നാട്ടിൽ എന്റെ മകൻ ലൂത്തുണ്ട്. ഖാലു നഹ്നു അഅലമു ബിമൻ ഫീഹാ, അപ്പൊ മലക്കുകളുടെ മറുപടി, നഹ്നു അഅലമു ബിമൻ ഫീഹാ, ആ നാട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ലനുൻജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ, ലൂത്തിനെയും ലൂത്തിന്റെ കുടുംബത്തെയും, ആ കുടുംബങ്ങളുടെ ഉദ്ദേശം മുഅ്മിനീങ്ങളാണ്, ആ ലൂത്തിനെയും മുഅ്മിനീങ്ങളെയും നമ്മൾ സംരക്ഷിക്കും, രക്ഷപ്പെടുത്തും. ഇല്ല ഇംറഅതഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ വിളിച്ചു, കാനത് മിനൽ ഗാബിരീൻ, അവൾ ആ അതിക്രമകാരികളുടെ കൂടെ ആയിരിക്കും. ഇതും പറഞ്ഞ് മലക്കുകള് സദൂമിലേക്ക് എത്തി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായി മനുഷ്യ രൂപത്തിലാണ് മലക്കുകൾ വന്നത്. അതിഥികളുടെ രൂപത്തിൽ വന്നു. മലക്കുകള് മനുഷ്യ രൂപത്തിൽ വന്നാൽ പ്രവാചകന്മാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നപ്പോഴും തിരിച്ചറിഞ്ഞില്ല. പിന്നെ മലക്കുകൾ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഭക്ഷണം കൊടുത്തു, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ പേടി വന്നു. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത് സന്തോഷാചാരിക്കാവുന്ന മലക്കുകളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മനുഷ്യ രൂപത്തിൽ വന്നു. മലക്കുകൾ മനുഷ്യ രൂപത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല സുന്ദരനായ രൂപത്തിലാണ് വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിലപ്പോൾ മനുഷ്യ രൂപത്തിൽ വരും. ദിഹ്യത്തുൽ കൽബി എന്ന പേരുള്ള സഹാബിയുടെ രൂപത്തിലായിരുന്നു വന്നിരുന്നത്. സഹാബാക്കൾ പറഞ്ഞു, ദിഹ്യത്തുൽ കൽബി നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരുന്നു. അപ്പൊ നല്ല രൂപത്തിലാണ് അവർ വരിക. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മറ്റുള്ള പെണ്ണുകൾ കണ്ടപ്പോൾ അവർ പറഞ്ഞല്ലോ, ഇത് മനുഷ്യനല്ല, ഇത് മലക്കുകളാണെന്നാണ് പെണ്ണ് സ്ത്രീകൾ പറഞ്ഞത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ. അപ്പൊ മലക്കുകൾ മനുഷ്യ രൂപത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിലാണ് വരിക. അങ്ങനെ നല്ല രൂപത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് അവർ വന്നു, മലക്കുകൾ അതിഥികളായിട്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അതിഥികൾ കണ്ടപ്പോ സന്തോഷത്തിന് പകരം ആകുലത, പേടി. കാരണം ആ നാട്ടിലെ ആൾക്കാരെ കണ്ടാല് അതിഥികൾ വെറുതെ വിടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാം വേഗം വീട്ടിൽ കയറ്റി വാതിലടച്ചു. അള്ളാഹ് ആ രംഗം വിശദീകരിക്കാണ്. വലമ്മാ ജാഅത് റസൂലുനാ ലൂത്ത, നമ്മൾ നിയോഗിച്ച മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നപ്പോൾ സീഅ ബിഹിം, അവരെ കണ്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന് വല്ലാതെ പ്രയാസം അനുഭവപ്പെട്ടു. വളാഖ ബിഹിം ദറഅ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ മനസ്സൊന്ന് ഇടുങ്ങി. കാരണം പേടി കാരണം. അത്രയും സുന്ദരന്മാരായ ആൾക്കാരാണ് കയറി വന്നിട്ടുള്ളത്. ആ നാട്ടുകാർ കണ്ടാൽ വെറുതെ വിടൂല.
ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ കണ്ടപ്പോൾ പേടി കൂടി. വഖാല ഹാദാ യൗമുൻ അസീബ്. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതൊരു വലിയ പ്രയാസകരമായ ദിവസമാണ്. ഇനി ആ അതിഥികൾ എന്റെ വീട്ടിലുള്ള കാലത്തോളം, ആ ദിവസങ്ങളോളം എനിക്ക് പ്രയാസകരമായിരിക്കും. ഇവരെ സംരക്ഷിക്കണം നാട്ടുകാരിൽ നിന്ന്. ഈ വിവരം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ഇങ്ങനെ നല്ല അതിഥികൾ വന്നിട്ടുണ്ട്, സുന്ദരന്മാരായ ആൾക്കാരാണ് എന്ന വിവരം ഭാര്യ നാട്ടുകാരെ അറിയിച്ചു. കാരണം ഭാര്യ കാഫിറത്താണ്. നാട്ടുകാരെ അറിയിച്ചു. ആറ് നല്ല സൗന്ദര്യത്തിലുള്ള മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോ നാട്ടുകാരെ കോടി വീട് ചുറ്റും കൂടി. അത്രയും മതപ്പതിച്ച സമൂഹമായിരുന്നു അവർ. ഒരു നന്മയും എടുത്തു പറയാനുണ്ടായിട്ടില്ല അവര് വീടിന്റെ ചുറ്റും കൂടി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട് മുട്ടാൻ തുടങ്ങി. ഭയങ്കര കുഴപ്പം സൃഷ്ടിക്കാൻ തുടങ്ങി. അല്ലാഹ് സൂറത്ത് ഹൂദിൽ ആ രംഗം വിശദീകരിക്കുന്നത്, ലൂത്തിന്റെ സമൂഹം ആ വീട്ടിലേക്ക്, ലൂത്ത് നബി അലൈഹിസ്സലാമിലേക്ക് ഓടി ചെന്നു. എന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ട് ഓടി വരിക. എന്തോ ഒരു വലിയ സാധനം കിട്ടിയതുപോലെ ധൃതിപ്പെട്ട് ഓടി വന്നു. അവര് മുമ്പേ ഈ നീതവൃത്തി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഖാല, ലൂത്ത് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി ഹൗലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും. സമൂഹമേ, എന്റെ പെൺമക്കളിതാ, ഞാൻ അവരെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചുതരാം. മുന്ന അത്ഹറു ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധിയുള്ള ജീവിത മാർഗം. എന്റെ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം. ഫത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഹ്സൂനി ഫീ ളൈഫി, എന്റെ അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ വഷളാക്കരുത്. കാരണം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ്. അവരെ മുന്നിൽ വെച്ച്, എന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ, അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ വഷളാക്കരുത്. അലൈസ മിൻകും റജുലുൻ റശീദ്. ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യമാണ്. നിങ്ങളിൽ ഒരു മാന്യതയുള്ള, ഒരു വിവേകമുള്ള ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അതൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല അവർ. ആ രീതിയിൽ എത്ര ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും യാതൊരു രീതിയിലും പിന്മാറാൻ തയ്യാറാകുന്നില്ല. അവസാനം ചോദിച്ച ചോദ്യം, അലൈസ മിൻകും റജുലുൻ റശീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരുത്തനുമില്ലേ? അപ്പൊ അവര് തിരിച്ചു മറുപടി പറയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞപ്പോ, ഖാലു ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്. ലൂത്ത്, നിനക്കറിയാം നിന്റെ പൊന്മക്കളെ നമുക്ക് ആവശ്യമില്ല. വഇന്നക ലതഅലമു മാ നുരീദ്, നാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിനക്കറിയുകയും ചെയ്യാം. അപ്പോ അവർ ആ ഉദ്ദേശത്തിന് വന്ന അത്രയും നീചന്മാരാണ്. നിന്റെ പൊന്മക്കളെ കിട്ടിയാൽ നമുക്ക് അവർ ആവശ്യമില്ല, നമുക്ക് സ്ത്രീകൾ ആവശ്യമില്ല. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്കറിയാം. എന്താണ്? നീ ആ അതിഥികളെ വിട്ടുതരണം. ഈ വീട്ടിന്റെ ചുറ്റും ഇങ്ങനെ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് പല രീതിയിലും. ലൂത്ത് നബി അലൈഹിസ്സലാം ഇതൊക്കെ കണ്ടപ്പോ ആകെ പ്രയാസത്തിലായി. കാരണം അതിഥികളുണ്ട്. അപ്പൊ അതിഥികളോട് ലൂത്ത് നബി അലൈഹിസ്സലാം പറയാണ്, ഖാല ലൗ അന്ന ലീ ബികും ഖുവ്വ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചേനെ. പക്ഷെ എനിക്കെന്തില്ല, ഈ നാട്ടുകാരെ എതിർക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒറ്റക്കാണ്. ഈ നാട്ടുകാരെ എതിർത്ത് തോൽപ്പിച്ച് നിങ്ങളെ സുരക്ഷിതരമായി എത്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഖാല ലൗ അന്ന ലീ ബികും ഖുവ്വ, ഒരു പ്രവാചകന്റെ വാക്കാണ്. അതുകൊണ്ട് വരെ നമ്മളെപ്പോഴും സത്യത്തിന്റെ ആൾക്കാര് കുറച്ചായിരിക്കും, ബലഹീനന്മാരായിരിക്കും. ബാത്തിന്റെ ആൾക്കാർ എപ്പോഴും അവർക്ക് മുകളിലായിരിക്കും. ഏത് കാലഘട്ടത്തിൽ, എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം ലൂത്ത് നബി അലൈഹിസ്സലാം പറയുന്നത്, ഖാല ലൗ അന്ന ലീ ബികും ഖുവ്വ, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ അവരിൽ നിന്നും സംരക്ഷിക്കുമായിരുന്നു. ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, അല്ലെങ്കിൽ ഏതെങ്കിലും അഭയസ്ഥലത്തേക്ക് ഞാൻ നിങ്ങൾക്ക് അഭയം നൽകുമായിരുന്നു. എനിക്ക് കഴിയാതായിപ്പോയി. സങ്കടം പറയാം. ഈ സമൂഹത്തിന്റെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് തന്റെ അതിഥികളോട് ലൂത്ത് നബി അലൈഹിസ്സലാം സങ്കടം ബോധിപ്പിച്ചു. അവരിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ പ്രയാസം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വാക്കുകളിൽ ആ മലക്കുകൾ മനസ്സിലാക്കി. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, നമ്മൾ മനുഷ്യരല്ല, മലക്കുകളാണെന്ന്. ആ മലക്കുകളാണ് പറയുമ്പോഴാണ് ലൂത്ത് നബി അലൈഹിസ്സലാം അത് അറിയുന്നത്. ഇത് വന്നത് മലക്കുകളാണ്. ഖാലു, വന്ന ആൾക്കാർ പറഞ്ഞു, യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക, നമ്മൾ നിന്റെ റബ്ബ് പറഞ്ഞയച്ചിട്ട് വന്നതാണ്. ലൻ യസിലൂ ഇലൈക, നിന്റെ സമൂഹം ഒരിക്കലും നിന്റെ അടുക്കലേക്ക് എത്തൂല, അവർക്കൊരു തടയുണ്ട്. ഫഅസ്രി ബിഅഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈലി,
ആ വന്ന ഉദ്ദേശം അറിയിക്കണം. ഫഅസ്രി ബിഅഹ്ലിക്, നിന്റെ കുടുംബത്തെയും അഥവാ മുഅ്മിനീങ്ങളെയും കൂട്ടിയിട്ട് ബിഖിത്ഇൻ മിനൽ ലൈൽ, രാത്രി തീരുന്നതിന്റെ മുമ്പ് ഈ നാട് വിടണം. അള്ളാന്റെ തീരുമാനം പോലെയാണ്. നിന്റെ കുടുംബത്തെയും കൂട്ടിയിട്ട് രാത്രി തീരുന്നതിന്റെ മുമ്പ് ഈ നാട് വിടണം. വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങൾ ഒരാളും തിരിഞ്ഞു നോക്കരുത്. അത്രയും വലിയ ശബ്ദം, കോലാഹലങ്ങൾ, ഒച്ചപ്പാട്, ബഹളങ്ങൾ, നിലവിളികൾ, അട്ടഹാസങ്ങൾ ഒക്കെ കേൾക്കും. വലാ തൽതഫിത് മിൻകും അഹദുൻ, എന്നാലും ഒരാളും സ്വന്തം നാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഈ രാത്രിക്ക് മുമ്പ് സ്ഥലം വിടണം. ഇല്ല നിന്റെ ഭാര്യയെ കൂട്ടാൻ പാടില്ല. എന്നാലോചിച്ച പ്രവാചകന്റെ മനസ്സ്. ഇത്രയും വർഷം ദഅവത്ത് ചെയ്തിട്ട് സ്വന്തം ഭാര്യക്ക് എന്താ ഹിദായത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ എത്രയോ സ്തുതിക്കണം എന്താണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ആ ഹിദായത്ത് എന്ന തൗഫീഖ് അല്ലാഹു നൽകിയതിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എത്ര സ്തുതിച്ചാലും മതിയാകൂല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ, ഉപ്പാപ്പ, അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല ഹിദായത്ത്. പക്ഷെ നമ്മൾക്കോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എത്രയും സ്തുതിച്ചാലും മതിയാകൂല. അൽഹംദുലില്ലാ. നമ്മളൊന്നും ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്നും തെരഞ്ഞെടുത്തവരാണ് നമ്മൾ. അതിനെപ്പോഴും സ്തുതിക്കുക, എപ്പോഴും ശുക്റുള്ളവരാകുക. ഇപ്പൊ നിന്റെ ഭാര്യ ഒഴിച്ച് മറ്റെല്ലാവരെയും കൂട്ടിയിട്ട് രാത്രിക്ക് മുമ്പ് തന്നെ നീ നാട് വിടണം. ഇന്നഹു മുസീബുഹാ മാ അസാബഹു, നിന്റെ നാട്ടുകാർക്ക് ബാധിക്കുന്ന ശിക്ഷ അത് നിന്റെ ഭാര്യയ്ക്കും ബാധിക്കും. ഇന്ന മൗഇദഹും സുബ്ഹ്, അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയം സുബ്ഹിന്റെ സമയമാണ്. ആ സമയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സുബ്ഹിന്റെ സമയത്തിന്റെ പ്രത്യേകത ഗാഫിലീങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയമാണത്. മുഅ്മിനീങ്ങൾ ഒരിക്കലും ആ സമയത്ത് അശ്രദ്ധമാവുകയില്ല. ഒന്ന് ആലോചിച്ച് നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം, ഫജ്റിന്റെ ഖിയാമുൽ ലൈലിന്റെ സമയം, രാത്രിയുടെ അവസാന ഭാഗം, അള്ളാഹുവിന് ഓർമ്മയില്ലാത്ത, അള്ളാഹുവിനെ പേടിയില്ലാത്ത, ആഖിറത്തിന്റെ ചിന്തയില്ലാത്ത ആൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയം. ആ സമയത്താണ് അള്ളാഹുവിന്റെ ശിക്ഷയൊക്കെ വരുന്നത്. കാരണം അള്ളാഹുവിൽ അശ്രദ്ധമായി കഴിയുന്നവർ, ഗാഫിലീങ്ങൾ അശ്രദ്ധമായി കഴിയുന്ന ഏറ്റവും വലിയ സമയമാണ് സുബ്ഹിന്റെ സമയം. അലൈസ സുബ്ഹു ബിഖരീബ്, സുബ്ഹിദ അടുത്തിരിക്കുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യണം? എന്റെ കുടുംബത്തെ കൂട്ടിയിട്ട് പോകണം. മലക്കുകൾ ഇത് പറഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാമും ആ വീട്ടിലുണ്ടായിരുന്ന മുഅ്മിനീങ്ങളെ മക്കളും യാത്രക്ക് വേണ്ടി തയ്യാറായി. പക്ഷെ പുറത്തെടുക്കാൻ കഴിയില്ല. പുറത്തൊക്കെ മറ്റുള്ളവർക്ക് കാത്തിരിക്കുകയാണ്, ഈ അതിഥികളെയും കാത്തിരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ കാഴ്ചകൾക്ക് മങ്ങൽ വരുത്തി. ചിറകൾ കൊണ്ടൊന്ന് വീശിയപ്പോ അവരുടെ കാഴ്ച ഇല്ലാതായി. സൂറത്തുൽ ഖമറിലല്ല പറയാൻ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അതിഥികളെ വികാരത്തോടെ കാത്തിരിക്കുന്ന ആൾക്കാര് അവരുടെ കണ്ണുകളെല്ലാം പൂട്ടിച്ചു. എന്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുക, എന്റെ താക്കീതും നിങ്ങൾ അനുഭവിക്കുക. അപ്പൊ അവർ പെട്ടെന്ന് അവരുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു. അവർ അന്ധരായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയൊക്കെ പോകേണ്ടതെന്ന് തിരിയുന്നില്ല. പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ മുഅ്മിനീങ്ങളെ മക്കളെയും മറ്റു മുഅ്മിനീങ്ങളെയും കൂട്ടിയിട്ട് ആ നാട് വിട്ടു പോവാണ്. എവിടത്തേക്കാ പോകുന്നതെന്ന് ഹദീസിലോ അതുപോലെ തന്നെ ഖുർആനിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നില്ല. നമ്മൾ താരീഖിന്റെ കിതാബുകളൊക്കെ നോക്കിയാൽ ഹൈസു അറാദ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെടുത്തേക്ക് ലൂത്ത് നബി അലൈഹിസ്സലാം മുഅ്മിനീങ്ങളെയും കൂട്ടിയിട്ട് നാട് വിടാൻ. രണ്ട് രീതിയിലാണ്. ഒന്ന്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ അവരുടെ കൂടെ ഭാര്യയും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഈ നാട്ടിലേക്ക് ശിക്ഷ ഇറങ്ങുന്ന ശബ്ദം കേട്ടിട്ട്, അട്ടഹാസങ്ങൾ കേട്ടിട്ട് ആ ഭാര്യ തിരിഞ്ഞു നോക്കി. ആ സമയം ശിക്ഷ അവരെയും പിടികൂടി എന്നും കാണാൻ കഴിയും. രണ്ടും കാണാൻ കഴിയും. അപ്പം ആ നാട്ടിൽ നിന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും ആ നാട്ടിൽ നിന്ന് പോയപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ. ആ പ്രഭാത സമയത്ത് ഒരു വലിയ ശബ്ദം അവരെ പിടികൂടി.
ആ ഭൂമിയെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ചിറകിൽ ഉയർത്തി. ആ സ്ഥലം, ആ നാട് മുഴുവൻ ഒരു ചിറകിൽ ഉയർത്തി നേരെ മുകളിലോട്ട് കൊണ്ടുപോയി ആകാശത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആ നാട്ടിലെ മനുഷ്യന്മാരുടെ ശബ്ദങ്ങളും നായയുടെ ഓരിയിടലും കോഴികളുടെ കൂക്കലും ആകാശ ലോകത്തുള്ള മലക്കുകൾ കേൾക്കുവാൻ അടുത്തു ഈ ഭൂമി. അതിനെ നേരെ തിരിച്ച് ഭൂമിയിലേക്ക് റെഡിയടിച്ചു. അള്ളാഹുവിന്റെ ശിക്ഷ. നാം അതിനാക്കി അതിന്റെ മുകൾ ഭാഗം നേരെ താഴ്ഭാഗത്താക്കി. അതുകൊണ്ട് മതിയായിട്ടില്ല. അവരിൽ നാം മഴ വർഷിപ്പിച്ചു. ഹിജാറത, കല്ലിന്റെ മഴ. മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിച്ച തീയുണ്ട കണക്കെയുള്ള കല്ലുകൾ മഴയായിട്ട് വർഷിച്ചു. മിൻ സിജ്ജീലിൻ മൻദൂദ്, അട്ടിക്കട്ടിക്കായിട്ട് ആ കല്ലുകൾ അവരുടെ മേൽ മഴ വർഷിക്കുന്നത് പോലെ വർഷിച്ചു. എല്ലാവരെയും ചുട്ട് ചാമ്പല. ആ നാട് മൊത്തം നശിച്ചു. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ നാട് നശിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകിലെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയി ഒരൊറ്റ അടിയും കടിച്ചു. എല്ലാം തീർന്നു. അവിടുന്ന് എഴുന്നേറ്റ് ഓടുന്ന ആ മനുഷ്യരിലേക്ക് എന്ത് ചെയ്തു? കല്ലിന്റെ മഴയും വന്നു. ആ കല്ലിൽ ഓരോരുത്തരെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കല്ലിലും ഈ കല്ല് എവിടെ പതിക്കണം, ആരുടെ മേൽ പതിക്കണം എന്നുള്ള പേരുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിമിഷ നേരം കൊണ്ട് ആ നാട് മുഴുവൻ നശിപ്പിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമും മുഅ്മിനീങ്ങളും രക്ഷപ്പെട്ടു. ആ നാട് അതിനുശേഷം ഒരാൾക്കും താമസിക്കാൻ കഴിയാത്ത രീതിയിൽ, ജനവാസത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ അല്ലാഹു ഇന്നും ബാക്കിയാക്കി. മാലോകർക്ക് ദൃഷ്ടാന്തത്തിന് വേണ്ടിയിട്ട് അല്ലാഹു പറയാണ്, വലഖദ് തറക്നാ മിൻഹാ ആയതൻ ബയ്യിനതൻ ലിഖൗമി യഅഖിലൂൻ. ചിന്തിക്കുന്നവർക്ക് അതൊരു വലിയ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് നാം ആ നാടിനെ ബാക്കിയാക്കി. ഇന്ന് ഭൂമിയുടെ ഇതുണ്ടല്ലോ, കരയിൽ ഏറ്റവും താഴ്ഭാഗം ആ നാടാണ്. ഡെഡ് സീ എന്നറിയപ്പെടും, ചാവുകടൽ. ആ ചാവുകടലിന്റെ അടിയിലാണ് ഈ നാടുള്ളത്. ആ മുകളിലേക്ക് ഉയർത്തി താഴെ ഇടുന്ന ആ ശക്തിയിൽ എന്ത് ചെയ്തു? കരയിൽ നിന്ന് ഏറ്റവും സമുദ്രനിരപ്പിൽ 430 മീറ്റർ താഴ്ചയിലാണ് ഇന്ന് ആ നാടുള്ളത്. കരയിൽ ഏറ്റവും താഴ്ന്ന ഭാഗം ചാവുകടൽ, ഡെഡ് സീ എന്നറിയപ്പെടും. അവിടെ ഇന്നെന്തില്ല, മനുഷ്യന് താമസിക്കൽ യോഗ്യമല്ലാത്ത സ്ഥലം. ഇന്ന് ജോർഡാന്, അതുപോലെ തന്നെ ഫലസ്തീൻ, ഇസ്രായേൽ, സിറിയ, ഇസ്രായേൽ, ഈ ഭാഗം, അതിന്റെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയ ഭാഗമാണ്. ഇന്നെന്തില്ല, ആ കടലിലെന്തില്ല, ആ തടാകത്തിൽ മീനുകൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ താമസിക്കാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. മനുഷ്യർക്കും അവിടെ ജീവിക്കാൻ കഴിയില്ല. അത് ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി. അത്രയും നീചവൃത്തി ചെയ്ത ആൾക്കാരാണ് അവർ. മറ്റുള്ള ബാക്കി എന്താ പറഞ്ഞല്ലോ, ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അതിനെ ബാക്കിയാക്കി. അള്ളാഹുവിന്റെ ആ ദേഷ്യം അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. മുശ്രിക്കീങ്ങൾക്കും ആ സ്ഥലം പരിചയമുണ്ട്. അവർ അതിലൂടെയാണ് ഷാമിലേക്കുള്ള യാത്രകൾ നടത്തിയിരുന്നത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ അതിലൂടെയാണ് ഷാമിലേക്കുള്ള യാത്രകൾ നടത്തിയിരുന്നത്. ഈ ഖുർആന്റെ ആയത്ത് അവരെയും കുറെ ആൾക്കാരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ രീതി. ആ സമൂഹം വളരെ മോശമായ നീചമായ പ്രവർത്തനം ചെയ്തു. പ്രവാചകന്മാർ വന്നു, പല രീതിയിൽ ഉപദേശിച്ചു. ഉപദേശം സ്വീകരിക്കാതായപ്പോൾ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു. അതും ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഒരു ഭാഗം മറ്റു പ്രവാചകരെ സംബന്ധിച്ചൊക്കെ വിശാലമായിട്ട് എന്താ പറഞ്ഞിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഈ ഒരു രീതിയിലുള്ള ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയും ഹദീസിലും ഖുർആനിലും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. സാധാരണ എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദാണ് പ്രബോധനം ചെയ്യുക. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ രീതിയിലുള്ള പ്രബോധനങ്ങളൊന്നും ഖുർആനിൽ കാണാൻ കഴിയില്ല. ഈ നീതിവൃത്തിക്കെതിരെയുള്ള സംസാരം മാത്രമേ ഉണ്ടാവൂ. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു, ലൂത്ത് നബി അലൈഹിസ്സലാം വന്നത് മുസ്ലിമീങ്ങളിലേക്കാണ്, കാഫിറായ ഒരു സമൂഹത്തിലേക്കല്ല, മുസ്ലിമീങ്ങളിലേക്കാണ്. ഈ നീചവൃത്തിയിൽ ഫസാദായ സ്വഭാവം നശിച്ച ഈ ഒരു സമൂഹത്തിലേക്കാണ് ലൂത്ത് നബി അലൈഹിസ്സലാം വന്നതെന്നും പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. അല്ലാഹു അഅലം. ഇതാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ
ചരിത്ര ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.